സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസിന്റെ ഷോയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നടക്കുകയാണ്. ഏതായാലും ഇതിൽ നിന്നും ഒരു കാര്യം നമുക്ക് മനസ്സിലായി. ഈ 100 ദിവസം കഴിഞ്ഞപ്പോഴേ ഒരു കാര്യം മനസ്സിലായത്, അതായത് ആദില നൂറമാരെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. അവര് ലെസ്ബിയൻ കപ്പിൾസ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ 100 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും ജനങ്ങളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുപ്പിച്ച മത്സരാർത്ഥികൾ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഇല്ല. അതായത് ഇവരുടെ എന്താ പറയേണ്ടത്, ഇവരേതോ കമ്മ്യൂണിറ്റിയാന്നൊക്കെ പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാലും ഇവർ ഭയങ്കരമായിട്ട് ജനങ്ങളെ വെറുപ്പിച്ചിരുന്നു. ആ വെറുപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് ചാനലിനോട് വരേണ്ടതെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇവരെന്ത് സന്ദേശമാണ് ഇവർ നൽകുന്നത്? അതായത് ഇങ്ങനെയുള്ള കപ്പിൾസിനെ കൊണ്ടുവന്നിട്ട് അവർ വളരെ മോശമായിട്ട് പെരുമാറുമ്പോഴും അതിന് ഒരു തടയിടാതെ, അതായത് അവരുടെ തോന്നിയവാസങ്ങളെ, അവരുടെ ഉമ്മവക്കല്, അവരുടെ കെട്ടിപ്പിടുത്തം, ഇതൊക്കെ എന്ത് സന്ദേശമാണ് ഇവർ മറ്റുള്ളവർക്ക് നൽകുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഒരുപാട് കുടുംബങ്ങളെ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ ആൾക്കാർ സ്വാധീനിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവിടെയുള്ള കുട്ടികളെ സ്വാധീനിക്കാനുള്ള വഴിയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവരുടെ ജീവിതം തന്നെ ആർക്കും ഒന്നും കൊടുക്കണ്ട, ഒന്നും പറയണ്ട, ഇഷ്ടമുള്ളത് തിന്നാം, ഇഷ്ടമുള്ളിടത്ത് പോകാം, പറന്ന് നടക്കാം, ഒന്നും ഒരു കുഴപ്പമില്ല. അതില് ഈ നൂറ എന്ന് പറയുന്ന പെൺകുട്ടി പറയുന്നുണ്ട്, എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ നിന്നും ഞാൻ ഇങ്ങനെ വെളിയിൽ വരാനുള്ള കാരണം തന്നെ എനിക്ക് ഷോർട്സ് ഒക്കെ ധരിക്കണം, അങ്ങനെയൊക്കെ നടക്കണം. കാരണം എന്താ, തോന്നിയതുപോലെ വസ്ത്രം ധരിക്കാം, തോന്നിയതുപോലെ നടന്നു കഴിഞ്ഞാൽ ആരും ചോദിക്കത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പുറത്തു വന്നത് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് മാത്രവുമല്ല, ഇവരുടെ മാതാപിതാക്കളെ പറ്റിയിട്ട് വളരെ മോശമായ രീതിയിൽ ഇവർക്ക് ഈ ബിഗ് ബോസ് പോലെയുള്ള ഷോയിൽ പോകണമെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് വേണമെന്ന് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇവർ മാതാപിതാക്കളെ തന്നെ നെഗറ്റീവ് ആക്കിയത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ 100 ദിവസം ബിഗ് ബോസ് കഴിഞ്ഞപ്പോഴേ അവിടെ കുറച്ച് പേരും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് നൂറ തന്നെയാണ്. അപ്പൊ ആ നൂറയെ പോലും എന്ന് പറഞ്ഞ് ഒറ്റ ദിവസം കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 100 ദിവസത്തെ പേര് വരെ ഇല്ലാതാക്കി വിട്ടത് ഈ ആദിലയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആദില ഒരു ഭീകര ജീവി തന്നെയാണ്. ആദില പഠിച്ച കളിയാണ്. അതായത് നിന്നെ മാത്രമായിട്ട് ഞാൻ എങ്ങനെ പോസിറ്റീവായിട്ട് ഇറക്കില്ല, ഞാൻ നെഗറ്റീവ് ആണെങ്കിൽ നീയും നെഗറ്റീവ് ആയാൽ മതി എന്നുള്ള തരത്തിലുള്ള ഒരു കളിയാണ് ആദില കളിച്ചത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഇവര് കാണിച്ചിരിക്കുന്ന, അനുമോളോട് കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അതായത് അവരത് ചതിക്കും, ഈ അനുമോളെ ചതിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതായത് ഇവര് സ്വന്തം കുടുംബങ്ങളെ ചതിച്ചിട്ട് വന്നവരാണ്. സ്വന്തം കുടുംബങ്ങളെയും അതുപോലെ ഈ അച്ഛനെയും അമ്മയെയും അവരെയൊക്കെ വഴിയാധാരമാക്കി വന്നവരാണ്. അവർക്ക് സമൂഹത്തിനോടോ അല്ലെങ്കിൽ നാട്ടുകാരോടോ മറ്റുള്ളവരോടോ യാതൊരു സ്നേഹമോ ഒരു പരിഗണനയോ ഒന്നുമില്ല. അതുകൊണ്ടല്ലേ തോന്നിയതുപോലെ നടക്കുന്നത്. തോന്നിയതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസിൽ വന്ന് കണ്ടിട്ട് എന്തൊക്കെ കളികളാണ് അവർ കളിക്കുന്നത്. അയ്യോ, അവരുടെ ഉമ്മൊപ്പും അവരുടെ കെട്ടിപ്പിടുത്തവും ഇതൊക്കെ കണ്ടിട്ടല്ലേ ഇന്നത്തെ കുട്ടികൾ വളരുന്നത്. ഇതൊക്കെ കുട്ടികളെ സ്വാധീനിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരുടെ ജീവിതമാണ് നല്ലത് എന്ന് കരുതിയിട്ട് ഒരുപാട് കുട്ടികൾ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇമാതിരി കോപ്രായങ്ങൾ ഒരു കാരണവശാലും ബിഗ് ബോസ് പ്രോത്സാഹിപ്പിക്കരുത്. ആദ്യം തന്നെ ഞാൻ പറയുകയാണ്, ഞാൻ ഒരുപാട് വീഡിയോ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്, ഇതൊരിക്കലും കുട്ടികളെ കാണിക്കേണ്ട ഷോയല്ല. കുട്ടികളെ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് നാളെ എന്തിനാണ് വെറുതെങ്കിലും ഇങ്ങനെ കുടുംബജീവിതത്തിൽ പോകുന്നത്, അല്ലെങ്കിൽ കുടുംബമായിട്ട് എന്തിനാണ് ജീവിക്കുന്നത്? നമുക്ക് ഇതേപോലെയല്ലേ നല്ലത്? അതായത് മാത്രം പറയുന്ന പോലെ കുടുംബത്തെയൊക്കെ പിരിച്ചുവിട്ട് ഇതുപോലെ തോന്നിയതുപോലെ ജീവിക്കുന്നതല്ലേ നല്ലത്? ഇഷ്ടമുള്ള ആഹാരം കഴിച്ച് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോയി ഇഷ്ടമുള്ള ഇത് ചെയ്ത് അങ്ങനെ ജീവിക്കുന്നതല്ലേ നല്ലത് എന്നുള്ള ഒരു സ്വാധീനം ഒരു കുട്ടികളിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവരുടെ പ്രോഗ്രാമോ അല്ലെങ്കിൽ ഇവരെ പോലും കാണിക്കാൻ പാടില്ല. നേരെ മറിച്ച് ഇവരുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർ, ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ളവർ ഒരുപാട് പേര് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. അവരെ പോലും പറയിച്ചു കൊണ്ടാണ് ഈ 2 പേരുടെ ജീവിതം. ഒരാത്മാർത്ഥതയുമില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു ആത്മാർത്ഥത അല്ലെങ്കിൽ ഒരു സ്നേഹം എന്ന് വെച്ചാൽ മറ്റുള്ളവരോട് ദേഷ്യവും പുച്ഛവും, അതുപോലെ ഞങ്ങൾക്കാരുമില്ല എന്ന് പറഞ്ഞ് കരയുകയാണ്. പക്ഷെ ആരാണ് ഇവറ്റകളുടെ അടുത്തേക്ക് വരിക? അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് സ്വന്തം മാതാവിനെ പോലും തള്ളിപ്പറഞ്ഞ് അതിനെ ഗർഭപാത്രത്തെ വരെ കൊട്ട എന്ന് വിളിച്ചവരാണ് ഈ നൂറ എന്ന് പറയുന്ന സ്ത്രീ. അതിനെയൊക്കെ ആരാണ് മൈൻഡ് ചെയ്യുക? അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ മാതാപിതാക്കളെ വളരെ മോശമായിട്ട് പറഞ്ഞ ആദില നൂറമാറ് ഇന്നിരുന്ന് കരയുന്നത് കാണുമ്പോ ദൈവത്തിന്റെ ശിക്ഷ തന്നെയാണെന്നേ ഞാൻ പറയുള്ളൂ. ഇത് ദൈവത്തിന്റെ ശിക്ഷയാണ്, ദൈവം കൊടുത്തിരിക്കുന്ന ശിക്ഷയാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല.
കാരണം അത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് എന്താ പറയുക ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഇവർ ഭയങ്കര ഇതാണെന്ന്. പക്ഷേ ഇത് കട്ടപ്പ സ്വഭാവമല്ല, കട്ടേന്റെ അപ്പ സ്വഭാവം തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഏതായാലും ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയാണ്, അതിങ്ങനെ തന്നെയാണ് പെരുമാറേണ്ടത് എന്നെല്ലാവർക്കും അറിയാം. എന്നാലും ഇതിലെന്ന് പറഞ്ഞൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് ലക്ഷ്മി എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി പറഞ്ഞൊരു വാക്കുണ്ട്. അതായത് ഇവരെ വീട്ടിൽ കയറ്റാൻ പോലും കൊള്ളത്തില്ല എന്ന്. അന്ന് ഇവരൊക്കെ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയെ പൊങ്കാലിട്ടിരുന്നു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവരും പൊങ്കാലിട്ടതാണ്. ഇന്നിപ്പോൾ അവരെല്ലാവരും കൂടി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ആദില നൂറമാരെ പഞ്ചായത്തിൽ പോലും കയറ്റാൻ കഴിയില്ല എന്നുള്ളതാണ്. അതാണ് ഞാൻ പറയുന്നത്. ലക്ഷ്മി പറഞ്ഞത് എത്രമാത്രം സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ലക്ഷ്മി ഇത് ആദ്യമേ കണ്ടിട്ടുള്ള കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മക്കളോ എൻ്റെ വീട്ടുകാരോ അല്ലെങ്കിൽ ഇവരെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ ഇവരെ കയറ്റൂല. അതുപോലെ ലക്ഷ്മിയുടെ അമ്മ വന്നിട്ട് പറഞ്ഞ എന്താ, ഈ എൻ്റെ വീട്ടിൽ നല്ല എൻ്റെ വീട്ടിലെ പടീൻ്റെ അടുക്ക വേണമെങ്കിൽ നിന്നോ വന്നിട്ട് എന്നാണ് പറഞ്ഞത്. അത്രത്തോളം ഒരാൾ പോലും ഇവറ്റകളെ വീട്ടിൽ കയറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും കയറ്റത്തില്ല. അതുപോലെയുള്ള പ്രവൃത്തികളാണ് രണ്ടുപേരും ചെയ്തിരിക്കുന്നത്. അതായത് രണ്ടുപേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, കള്ളന്മാർക്ക് കഞ്ഞി വെച്ചവരെ പോലെയാണ്. എന്താണെന്ന് വെച്ചാൽ എല്ലാ കള്ളത്തരങ്ങളും അവർ ബിഗ് ബോസ് കിടന്ന് കാണിച്ചിട്ടുണ്ട്, എല്ലാ കള്ളത്തരങ്ങളും. പിന്നെ അനുമോളും ഇവരുടെ കൂടെ തന്നെയായിരുന്നു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അനുമോളും ഒരു പരിധി വരെ ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ഇവർക്ക് വേണ്ടിയിട്ട് എല്ലാത്തിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട പിടിച്ച ആള് എന്ന് പറഞ്ഞ അനുമോള് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അനുമോളും ഇതിൻ്റെ അകത്ത് പങ്കാളിയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും പറയാം, അനുമോളും ഇതിൻ്റെ അകത്ത് പങ്കാളി തന്നെയാണ്. ഒരിക്കലും അനുമോളെ എങ്ങനെ മാറ്റി നിർത്താൻ കഴിയില്ല. കാരണം ഇവരുടെ തോന്നിയവാസങ്ങൾക്ക് മുഴുവൻ ചുക്കാൻ പിടിച്ചതും മുന്നിൽ നിന്നതും ഇവർക്ക് വേണ്ടി ലാലേട്ടനോട് സംസാരിച്ചതും ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് പറയും, അത് അനുമോള് തന്നെയാണ്, വേറെ ഒരു കുഞ്ഞുമല്ല. അതായത് അനുമോളക്കും കൃത്യമായിട്ട് അറിയാം ഇവറ്റകളുടെ സ്വഭാവം. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഒരു കാരണവശാലും ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ കുഞ്ഞുമക്കളെ കാണിക്കരുത്. അത് കുട്ടികളെ കാണിക്കരുത്. വീട്ടിൽ വെക്കാനും കൊള്ളത്തില്ല. ഇപ്പോഴേ അത്രമാത്രം മോശമായ രീതിയിൽ, വൾഗറായിട്ടുള്ള രീതിയിൽ ഇവരുടെ കാമകേളികൾ വരെ അതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ഇവരുടെ കിടത്തമായാലും കെട്ടിപ്പിടുത്തമായാലും പിന്നെ ബേബി മോളെ എന്നുള്ള വിളിയായി കഴിഞ്ഞാൽ നമ്മളെ എല്ലാവരെയും അരോചകപ്പെടുത്തിയിട്ടുണ്ട്. അലോസരപ്പെടുത്തിയ ഒരു രണ്ട് മത്സരാർത്ഥികൾ തന്നെയാണ് ഇവര്. ഇങ്ങനെയുള്ള കുറെ ടീമുകൾ തേഞ്ഞൊട്ടാനായിട്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ വരുന്നുണ്ട്. ബിഗ് ബോസിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവരെ പോലെയുള്ള കുറെ ആൾക്കാരെ ഇതുപോലെ ചെയ്യലാണോ ബിഗ് ബോസിന്റെ ലക്ഷ്യം? അതുപോലും എനിക്ക് സംശയമുണ്ട്. ഏതായാലും ഇങ്ങനെയുള്ള ടീമുകളെ കൊണ്ട് നമ്മുടെ ബിഗ് ബോസ് ആയാലും അതുപോലെ തന്നെ നമ്മുടെ സമൂഹമായാലും ഒരു ഉപകാരത്തിനും പെടുന്നില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് ഒരു മനുഷ്യന്റെ, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ആതിര എന്ന് പറയുന്ന സ്ത്രീയാണ് നൂറേ വേണം എന്ന് പറഞ്ഞ് കേസ് കൊടുത്തത്. അന്ന് കേസ് കൊടുക്കുമ്പോൾ തന്നെ എനിക്കെല്ലാം അറിയാം, ഇവരൊക്കെ ഭയങ്കര വികേന്ദ്രന്മാരാണ്. ശരിക്കും നൂറ എന്ന് പറയുന്ന സ്ത്രീ അതിനകത്ത് പെട്ടുപോയതാണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ ഇനിയെങ്കിലും സംസാരിച്ച് ഇവരെ കൊണ്ടുപോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇവർ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സന്തോഷത്തിലല്ല ജീവിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ഇതിലും വലുത് വരും. നന്ദി, നമസ്കാരം.